വീഡിയോയുടെ തംബ്നെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഗ്രേസ് ലേഡി ഡ്രേപ്പിംഗ് എന്നാണ് ഇതിന് പറയാമെന്ന്. ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെ ഒരു പേരും ഇങ്ങനൊരു സ്റ്റൈലും ഒന്നും ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ മഞ്ജു വാര്യറൊക്കെ ഇടുന്നൊരു ഡ്രേപ്പ് എന്നുള്ളൊരു പേരായിരുന്നു എപ്പോഴും ഈ ഒരു ഡ്രേപ്പിങ്ങിന് എപ്പോഴും ഞാൻ ആലോചിക്കുമ്പം എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുതരുന്നുള്ള ഒരു എക്സാമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്ത് പേരിടും ഈ സാരി ഡ്രേപ്പിങ്ങിന്, ഇതിനെന്താ പറയാമെന്നൊക്കെ. അവസാനം വളരെ യാദൃശികമായിട്ട് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടു. അതിലവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഡ്രേപ്പിങ്ങിന് ഗ്രേസ് ലേഡി ഡ്രേപ്പിംഗ് എന്നാണ് പറയാം. അപ്പോൾ ഞാൻ കുറേ നേരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം വളരെ സിമ്പിളാണ്. നമ്മൾ നെവി ഡ്രേപ്പ് ചെയ്യുന്ന പോലെ സാരി ഡ്രേപ്പ് ചെയ്യുക. അതായത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളും പൊതുവെ, കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സ്ത്രീകളും സാരി ഡ്രേപ്പ് ചെയ്യുന്ന പോലെ ഡ്രേപ്പ് ചെയ്യുക. അതിന് നെവി ഡ്രേപ്പിംഗ് എന്നാണ് പറയുക. വളരെ സിമ്പിളായിട്ട് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഡ്രേപ്പിംഗ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പല്ലു ഒരു പ്രത്യേക രീതിയിൽ പിൻ ചെയ്യുമ്പോഴാണ് ഇത് ഗ്രേസ് ലേഡി ഡ്രേപ്പിംഗ് ആവുന്നത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നെവി ഡ്രേപ്പിംഗ് ആണ്. ഇതിനെ ഇനി നമ്മൾ ഗ്രേസ് ലേഡി ഡ്രേപ്പിംഗ് ആക്കാനാണെങ്കിൽ ബോർഡറുള്ള സാരി ആണെങ്കിൽ അതിനനുസരിച്ച് ബോർഡർ ഇങ്ങനെ പിടിക്കുക. ഇനി ബോർഡർ ഇല്ലാത്ത സാരി ആണെങ്കിൽ നമ്മുടെ ഒരു കൈപ്പത്തിയുടെ വലിപ്പത്തിൽ സാരിയുടെ ഒരറ്റ ഇതിങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ പിൻ ചെയ്യുമ്പോഴാണ് ഗ്രേസ് ലേഡി ഡ്രേപ്പിംഗ് ആയിട്ട് ഇത് മാറുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ ഇതെപ്പോഴും മഞ്ജു വാര്യറൊക്കെ ചെയ്യുന്ന ഡ്രേപ്പിംഗ് എന്നായിരുന്നു. അപ്പോൾ ഇത് വളരെ എലഗൻ്റ് ആയിട്ടൊരു ലുക്ക് തരും. നമ്മുടെ സാരിയുടെ മൊത്തം ലുക്കിനെയും കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു എക്സിക്യൂട്ടീവ് ലുക്കിലേക്കൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഡ്രേപ്പിംഗ് ആണ്. വളരെ സിമ്പിളാണ്. ഞാൻ ഇത്രയും വലിയ കഥയൊക്കെ പറഞ്ഞു എന്നുള്ളൂ, പക്ഷേ വളരെ സിമ്പിളായിട്ട് നമ്മുടെ സാരിയുടെ ലുക്കിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ഡ്രേപ്പിങ്ങിന്. അപ്പോൾ ഇതാണ് ഫുൾ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നും പറയുന്ന പോലെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻ്റായിട്ടും ലൈക്സ് ആയിട്ടൊക്കെ എൻ്റെ അടുത്ത് അറിയിക്കുക. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ കമൻസൊക്കെ വളരെ കുറവാണ്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഡ്രേപ്പിംഗ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.